ലോക ക്രിക്കറ്റിൽ മലയാളി പെരുമ വാനോളമുയർത്തിയ സഞ്ജു എന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ ഓരോ മത്സരവും മലയാളികൾക്കൊരു ഉത്സവമാണ്. വെറുമൊരു കളി എന്നതിലുപരി സഞ്ജുവിന്റെ ബാറ്റിംഗ് കാണാൻ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതിഭയിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഇന്ത്യ T20 ലോകകപ്പിൽ വിജയകിരീടം ചൂടിയതിനു ശേഷം സഞ്ജു വീണ്ടും നീലക്കുപ്പായത്തിൽ പാടണിയാൻ ഒരുങ്ങുന്ന അയർലൻഡ് പരമ്പരയെക്കുറിച്ചുള്ള വാർത്തകൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ മാസം അവസാനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഈ T20 പരമ്പര സഞ്ജുവിനും ഇന്ത്യൻ ക്രിക്കറ്റിനും ഒരുപോലെ നിർണായകമാണ്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ സഞ്ജു എന്ന താരത്തിൻ്റെ വളർച്ചാ ഗ്രാഫ് പരിശോധിച്ചാൽ അതിൽ കയറ്റിറക്കങ്ങൾ കാണാൻ കഴിയും. എന്നാൽ അടുത്ത കാലത്തായി സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ ടീമിലെ തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അയർലൻഡിനെതിരെയുള്ള 2 മത്സരങ്ങളുടെ ഈ പരമ്പരയിൽ സഞ്ജുവിനെ കാത്തിരിക്കുന്നത് അന്താരാഷ്ട്ര T20 കരിയറിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലാണ്. ഇന്ത്യൻ ജേഴ്സിയിൽ 1500 T20 റൺസ് തികയ്ക്കൂ എന്ന നേട്ടത്തിനരികെയാണ് സഞ്ജു ഇപ്പോൾ. നിലവിൽ 62 അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ നിന്നും 1399 റൺസാണ് സഞ്ജുവിൻ്റെ സമ്പാദ്യം. അതായത് 1500 റൺസ് എന്ന മാന്ത്രിക സംഖ്യയിലെത്താൻ താരത്തിന് വേണ്ടത് വെറും 101 റൺസ് മാത്രം. അയർലൻഡിനെതിരെയുള്ള 2 മത്സരങ്ങളിൽ നിന്ന് ഈ റൺസ് കണ്ടെത്താൻ സഞ്ജുവിന് സാധിക്കുമെന്നാണ് ആരാധകരുടെ ഉറച്ച വിശ്വാസവും. ഇതുവരെ ഇന്ത്യൻ കുപ്പായത്തിൽ 3 ഉജ്ജ്വല സെഞ്ചുറികളും 6 അർദ്ധ സെഞ്ചുറികളും സഞ്ജു സ്വന്തമാക്കി. വെടിക്കെട്ട് ബാറ്റിംഗ് ശൈലിയിലുള്ള സഞ്ജുവിന് ക്രീസിൽ നിലയുറപ്പിക്കാൻ കഴിഞ്ഞാൽ 101 റൺസ് എന്നത് ഒരു വലിയ വെല്ലുവിളിയല്ല. അയർലൻഡിൽ ഈ നേട്ടം കൈവരിക്കാനായാൽ ഇന്ത്യക്ക് വേണ്ടി T20യിൽ 1500 റൺസ് തികയ്ക്കുന്ന 9ാമത്തെ മാത്രം ബാറ്റ്സ്മാൻ എന്ന ബഹുമതി സഞ്ജുവിന് സ്വന്തമാകും. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, KL രാഹുൽ, ശിഖർ ധവാൻ, MS ധോണി, സുരേഷ് റെയ്ന എന്നിവരടങ്ങുന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളുടെ നിരയിലേക്കാണ് സഞ്ജു ഇതോടെ നടന്നു കയറുന്നത്. രാജസ്ഥാൻ റോയൽസ് എന്ന ഫ്രാഞ്ചൈസിയുമായി വർഷങ്ങളായുള്ള ആത്മബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു മാറിയത് ഈ വർഷത്തെ IPLലെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു. MS ധോണിയുടെ മഞ്ഞക്കുപ്പായത്തിൽ സഞ്ജു എങ്ങനെ തിളങ്ങുമെന്നറിയാൻ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കിയിരുന്നു. എന്നാൽ സകല പ്രവചനങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് ചെന്നൈ ടീമിനൊപ്പമുള്ള തൻ്റെ അരങ്ങേറ്റ സീസൺ സഞ്ജു അവിസ്മരണീയമാക്കി. 2026 IPL സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി 14 ഇന്നിംഗ്സുകളിൽ നിന്ന് 477 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. ചെന്നൈ ടീമിൻ്റെ ഈ സീസണിലെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു മലയാളി താരം. വെറുമൊരു റൺസ് വേട്ട എന്നതിലുപരി 2 തകർപ്പൻ സെഞ്ചുറികളും 1 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെയാണ് സഞ്ജു ഈ റൺസ് അക്കൗണ്ടിലാക്കിയത്. മധ്യനിരയിലും ടോപ്പ് ഓർഡറിലും ഒരുപോലെ തിളങ്ങാൻ കഴിയുമെന്ന് തെളിയിച്ച സഞ്ജു IPLലെ അതേ തകർപ്പൻ ഫോമും ആത്മവിശ്വാസവുമായാണ് ഇനി അയർലൻഡിലേക്ക് വിമാനം കയറുന്നത്. ലോകകപ്പ് വിജയത്തിൻ്റെ ആവേശവും IPLലെ റൺവേട്ടയും സഞ്ജുവിന് അയർലൻഡിൽ വലിയ തുണയാകും. അയർലൻഡ് പരമ്പരയിലേക്ക് പോകുന്ന ഇന്ത്യൻ ടീമിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സെലക്ടർമാർ വരുത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ടീമിൻ്റെ ക്യാപ്റ്റൻസിയിലാണ്. നിലവിലെ T20 ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിന് വിശ്രമം അനുവദിച്ചുകൊണ്ട് മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യരെയാണ് ഇന്ത്യൻ ടീമിൻ്റെ പുതിയ നായകനായി നിയമിച്ചിരിക്കുന്നത്. ശ്രേയസ് അയ്യരുടെ നായകത്വത്തിന് കീഴിൽ ഇന്ത്യ കളിക്കുന്ന ആദ്യ പരമ്പര കൂടിയാണിത്. ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായി യുവതാരം തിലക് വർമ്മയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഭാവി നായകന്മാരെ വാർത്തെടുക്കുകയെന്ന BCCIയുടെ നയത്തിൻ്റെ ഭാഗമായാണ് ഈ തീരുമാനം. ഇവർക്ക് പുറമെ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് ഉയർന്നു വന്ന മിന്നും പ്രതിഭയായ 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയും ഇന്ത്യൻ സീനിയർ ടീമിൽ ഇടം നേടിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. പ്രായത്തെ വെല്ലുന്ന കളിമികവുള്ള വൈഭവിന് അന്താരാഷ്ട്ര തലത്തിൽ തൻ്റെ കഴിവ് തെളിയിക്കാനുള്ള വലിയൊരു വേദിയായിരിക്കും ഈ പരമ്പര. സീനിയർ താരവും യുവരത്നവും ഒത്തുചേർന്ന ഒരു ശക്തമായ നിരയാണ് അയർലൻഡിൽ ആരാധകർക്ക് കാണാൻ കഴിയുക. ക്രിക്കറ്റ് പ്രേമികൾ ഏറെ ആവേശത്തോടെ ജൂൺ 26-നായി കാത്തിരിക്കുമ്പോഴും ഈ പരമ്പര നടക്കുമോ എന്ന കാര്യത്തിൽ ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അയർലൻഡിൽ നിലവിൽ രൂപപ്പെട്ടിട്ടുള്ള ആഭ്യന്തര വംശീയ കലാപങ്ങളാണ് ഇതിന് പിന്നിലെ കാരണം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രമസമാധാന നില തകരാറിലായ സാഹചര്യത്തിൽ ഇന്ത്യൻ കളിക്കാരുടെ സുരക്ഷ മുൻനിർത്തി പരമ്പര ഉപേക്ഷിച്ചേക്കുമെന്ന തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏതൊരു അന്താരാഷ്ട്ര ടൂറിലും കളിക്കാരുടെ സുരക്ഷയ്ക്കാണ് BCCI 1ാം സ്ഥാനം നൽകുന്നത്. അയർലൻഡ് ക്രിക്കറ്റ് ബോർഡും അവിടുത്തെ ഗവൺമെൻറ്റും നൽകുന്ന സുരക്ഷാ ഉറപ്പുകൾ പരിശോധിച്ച ശേഷമേ ഇന്ത്യൻ ടീം പര്യടനവുമായി മുന്നോട്ട് പോകൂ. പരമ്പര മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ സുരക്ഷിതമായി മറ്റൊരു വേദിയിലേക്ക് മാറ്റുകയോ ചെയ്യാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. എങ്കിലും എല്ലാ പ്രതിസന്ധികളും മാറി മത്സരം കൃത്യസമയത്ത് തന്നെ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ. മലയാളി താരം സഞ്ജുവിനെ സംബന്ധിച്ച് തൻ്റെ അന്താരാഷ്ട്ര കരിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്.
രാജസ്ഥാൻ റോയൽസിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള മാറ്റവും അവിടെ ഉണ്ടാക്കിയ റൺവേട്ടയും അദ്ദേഹത്തിൻ്റെ കരിയറിന് പുതിയൊരു ദിശാബോധം നൽകി. അയർലൻഡ് പരമ്പര നടക്കുകയാണെങ്കിൽ 1500 റൺസ് എന്ന നാഴികക്കല്ല് മറികടന്ന് സഞ്ജു വീണ്ടും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നെടുംതൂണായി മാറുന്നത് നമുക്ക് കാണാം. പുതിയ നായകൻ ശ്രേയസ് അയ്യരുടെ തന്ത്രങ്ങളും യുവനിരയുടെ ആവേശവും സഞ്ജുവിൻ്റെ ബാറ്റിംഗ് വിരുന്നും കാണാൻ കാത്തിരിക്കുന്ന ആരാധകർക്ക് ഈ പരമ്പര ഒരു ദൃശ്യവിരുന്ന് തന്നെയായിരിക്കും സമ്മാനിക്കുക. സുരക്ഷാ ഭീഷണികൾ ഒഴിഞ്ഞുമാറി മത്സരം യഥാസമയം നടക്കട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം.